അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ പോകും കേട്ടോ. നമ്മൾ ഒറിജിനൽ തേൻ നെല്ലിക്ക, ആരോഗ്യത്തിനും ഒക്കെ നല്ല ഗുണമുള്ള തേൻ നെല്ലിക്ക. ഓക്കെ, പലരും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ചേർത്തിട്ടും പഞ്ചസാര ചേർത്തിട്ടും കൽക്കണ്ടം ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല എന്നറിയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പഴമക്കാരുണ്ടാക്കിയ, അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയ തനി ഒറിജിനൽ തേൻ നെല്ലിക്ക. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ച് ടേസ്റ്റിന് കുറവുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നെല്ലിക്ക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. നല്ല ഗ്ലാസിൻ്റെ ജാറും വേണം. ഇതുപോലത്തെ നല്ല ബോട്ടിൽ, ഞാൻ ചെറിയ ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ബോട്ടിലാകുമ്പോൾ എന്താ പറയുക, നല്ലതെല്ലാം തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോട്ടിലാക്കി എടുത്തിട്ടോ. എന്നാൽ പിന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എടുത്താൽ മതിയല്ലോ. വലിയ ബോട്ടിലാകുമ്പോൾ ഒക്കെ സ്പൂണിനനുസരിച്ചൊക്കെ സ്പൂണിൽ നനവുണ്ടെങ്കിലൊക്കെ അത് കേട് വരാൻ ചാൻസ് കൂടുതലാണ്, പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോട്ടിലാക്കി ഒക്കെ എടുത്തിട്ടുള്ളത്. നല്ല ശുദ്ധമായ നാടൻ തേനും വേണം, അത് നോക്കിയെടുക്കുക, പ്രത്യേകം പറയാം. അപ്പോൾ ശുദ്ധമായ തേനല്ല എങ്കിൽ നമ്മൾ നെല്ലിക്ക ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും, ഒരു വെള്ള പാട കെട്ടി വരും. അത് തേൻ നല്ലതല്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല തേൻ വീടുകളിൽ ഉണ്ടാക്കുന്ന തേൻ നോക്കിയിട്ട് വാങ്ങുക. ഓക്കെ, ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് 45-50 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ അംശങ്ങൾ ഊറി വരും, ഇതിലുള്ള വെള്ളം ഊറി വരും. അപ്പം നമുക്ക് നെല്ലിക്ക ഇതിലിട്ട് വെക്കാം കേട്ടോ. ബോട്ടിൽ നല്ലോണം കഴുകി ഉണക്കുക, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ. അതുപോലെ തന്നെ നെല്ലിക്കുമ്പോൾ തന്നെ നല്ലോണം കഴുകി തുടച്ചിട്ട് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വെയിൽ കൊള്ളിച്ചാതെ വെയിലിൻ്റെ ചൂട് തട്ടും വേണം, ആ രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. പണ്ടത്തെ കാലങ്ങളിലൊക്കെ നല്ലോണം ഇത് ഇട്ട് കെട്ടി നല്ല വെള്ള ശീല കൊണ്ട് കെട്ടി ഇരട്ട് റൂമുകളിലൊക്കെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഒന്ന് അടച്ച് നോക്കാം, നമുക്കത് അടക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ആ രീതിയിൽ വേണം നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ. ഓക്കെ, എല്ലാ ജാറിലേക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ 45 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ആ തേൻ്റെ വെള്ളം ഇങ്ങനെ ഒരു അരിഷ്ടം പോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, എല്ലാത്തിനും കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. കുട്ടികൾക്കാണെങ്കിൽ ദിവസം ഒറ്റ നെല്ലിക്കയും ആ വെള്ളവും നെല്ലിക്ക തിന്നാം കേട്ടോ, അതിൻ്റെ നെല്ലിക്കയും പിന്നെ തിന്നാം. ഓക്കെ, കുട്ടികൾക്കാണെങ്കിൽ 1, വലിയവരാണെങ്കിൽ 1, 3 വരെ പോവാം. ഓക്കെ, ഡെയിലി തിന്നാൽ പുണ്ണ് വരില്ല, നല്ല ഹെൽത്തി ഗുഡ് ഹെൽത്ത് ആയിരിക്കും. അതുപോലെ ആരോഗ്യം നല്ല എന്താ പറയുക, നല്ലൊരു ഇത് കിട്ടും കേട്ടോ ശരീരത്തിന്. ഇതിലേക്ക് ഫുള്ള് ഇടാനുണ്ടാകില്ല. ഇതിന് കുറച്ചിങ്ങനെ എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് തേൻ ഒഴിച്ച് കൊടുക്കുക. എല്ലാത്തിലേക്കും തേനുണ്ടോയെന്ന് അറിയില്ല. ഫുള്ള് മുങ്ങിക്കിടക്കണ്ടോ. 45 ദിവസം കഴിഞ്ഞാൽ നെല്ലിക്കയിൽ എല്ലാ വെള്ളത്തിലേക്ക് ഇറങ്ങും, ഫുള്ളായിട്ട് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വെള്ളം പോലെ ആയിരിക്കും അത്, നമ്മൾ അരിഷ്ടം കുടിക്കുന്ന പോലെ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ആ വെള്ളം നമ്മൾ കുടിക്കേണ്ടത്. നെല്ലിക്കും കഴിക്കാം ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ വെള്ളം മാത്രം തന്നെ കുടിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിനും ഈ കൃമിയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കട്ടോ. അതൊക്കെ നല്ല മരുന്നാണിത്, ഒരു മെഡിസിനും കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് നമ്മൾ വീട്ടിലുണ്ട് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒന്ന് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കാണുക.
ഇതിലേക്ക് ഫുള്ളുണ്ടായില്ല, വേറെ എടുക്കാണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഇതാ ഫുള്ള് ഞാൻ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ടൈറ്റാക്കിയിട്ട് മൂടി വെക്കുക. ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ട. 45 ഡേ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നു നോക്കിയാൽ മതി. അതുപോലെ ഇതും മൂടി വെക്കണം. അതാ ഇനി ഭരണിയിൽ ഇതിക്കില്ല, ഇനി കുറച്ചും കൂടി തേന് കൊടുത്തിട്ട് പാടും. അപ്പോൾ അതാ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കട്ടോ. ശർക്കരയും പഞ്ചസാരയും ഒന്നും ഇടണ്ട, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. എന്നാലേ അത് ഗുണം ചെയ്യുള്ളൂ, മറ്റേ ഗുണം ചെയ്യില്ല. നോട്ട് ഹെൽത്തി എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. വെറുതെ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ കയറ്റി വിടുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഗുണം കിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ നെല്ലിക്കൻ്റെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. കുറച്ച് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെങ്കിലും നല്ല സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.